നമസ്കാരം. മലയാളം ടോക്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്കൂൾ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസിന്റെ മൂന്നാമത്തെ സെക്ഷനാണ്. 5ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആരംഭിക്കുന്നത് സിനിമ എന്ന മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അഗസ്റ്റസും ലൂയിസും, അഗസ്റ്റസ് ലൂമിയർ, ലൂയിസ് ലൂമിയർ ലോകത്തിന് മുമ്പിലേക്ക് സിനിമ എന്ന ഒരു സങ്കേതത്തെ പരിചയപ്പെടുത്തിയവരാണ്. ഒരുപക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് മറ്റൊരു മാനം നൽകിയതും ഇവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 1995 പാരീസിലെ ഗ്രാൻഡ് കഫേയിലാണ് ലൂമിയർ സഹോദരന്മാർ ആദ്യമായി ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ഓർക്കുക, ആദ്യമായി ചലച്ചിത്ര പ്രദർശനം നടക്കുന്ന എവിടെയാണ്? അത് 1895 പാരീസിലെ ഗ്രാൻഡ് കഫേയിലാണ് ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്ര പ്രദർശനം നടത്തുന്നത്. ഇത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പുകതൊപ്പിക്കൊണ്ട് തീവണ്ടി വരുന്നതിന്റെ ഒരു ചിത്രമായിരുന്നു. നമ്മളിവിടെ ഈ സൈഡിൽ കാണുന്നത് അഗസ്റ്റസും അതുപോലെ തന്നെ ലൂയിസുമാണ്. അതായത് നമ്മുടെ ലൂമിയർ സഹോദരന്മാരാണ്. ഇവരാണ് സിനിമയുടെ പിതാക്കന്മാരെന്നറിയപ്പെടുന്നത്. കൂറ്റൻ ഫാക്ടറി വിട്ട് തീവണ്ടി വരുന്നതും കൂറ്റൻ ഫാക്ടറി വിട്ട് പ്രവേശന കവാടത്തിലൂടെ തൊഴിലാളികൾ തിരിഞ്ഞു പോകുന്നതും, അതുപോലെ തന്നെ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്, രക്ഷിതാക്കൾ കുഞ്ഞിനെ ഊട്ടുന്നത്, ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളാണ് ഇവർ പകർത്തിയത് എന്ന് തന്നെ പറയാം. പക്ഷെ ഇതിൽ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനമായ ഈ പറയുന്ന തീവണ്ടി വരുന്ന ഒരു ചിത്രമില്ലേ, ഈ തീവണ്ടി വരുന്ന ചിത്രം സത്യത്തിൽ അത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് അത് മറ്റൊരു പ്രശ്നത്തിന് വഴിതെളിച്ചു എന്ന് പറയാം. കാരണം സ്ക്രീനിൽ തീവണ്ടി കണ്ടതോടെ ആൾക്കാരെ യഥാർത്ഥത്തിൽ തീവണ്ടി വരുന്നതാണ് എന്ന് വിശ്വസിച്ച് കാണികൾ ഭയം ഓടുകയുണ്ടായി എന്ന രസകരമായ ഒരു കഥയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇതും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ലൂമിയർ സഹോദരന്മാർ ആരംഭിച്ച ചലച്ചിത്ര മേഖല, ആ ചലച്ചിത്ര മേഖലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവിന്റെ കടന്നുവരവ് ഉണ്ടാകുന്നത് അത് മൂവിയോളയാണ്. മൂവിയോള സിനിമ എഡിറ്റിങ്ങിന് വേണ്ടി ആദ്യമായി ഉപയോഗിച്ച യന്ത്രമാണ് മൂവിയോള. ഓർക്കുക, മൂവിയോള. അപ്പൊ മൂവിയോള എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. സിനിമ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ യന്ത്രത്തിന്റെ പേരാണ് മൂവിയോള. ഒന്നുകൂടെ, സിനിമ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ യന്ത്രം മൂവിയോള. മൂവിയോള കണ്ടെത്തുന്നത് 1924 ഇവാൻ സെറുറിയൻ ആണ്. ഓക്കെ അല്ലെ? ഇവാൻ സെറുറിയൻ എന്ന് പഠിച്ചിരുന്നാൽ മതി. ഇവാൻ സെറുറിയൻ. ഓർക്കുക, 1924 ഇവാൻ സെറുറിയൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന മൂവിയോള കണ്ടെത്തുന്നത്. നമുക്ക് ഈ മൂവിയോള സൈഡിൽ കാണാം. ഇത് ഈ റീലുകൾ ഇങ്ങനെ അതിന്റെ റീലുകൾ പ്രൊജക്ട് ചെയ്ത് അതിൽ എവിടെയൊക്കെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്, എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പണ്ട് ഈ സിനിമയെ കുറിച്ച് നമ്മൾ പറയത്തില്ലേ, അതൊക്കെ വെട്ടിയൊട്ടിക്കുന്നതാണ് എന്ന് പറയത്തില്ലേ, അതേപോലെ ആ ഒരു സങ്കേതങ്ങളൊക്കെ മൂവിയോളക്കകത്ത് വന്നത്. പിന്നെ മൂവിയോള ഡെവലപ്പ് ചെയ്താണ് ഇന്ന് കാണുന്ന മോഡേൺ ടെക്നോളജി ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി ചലച്ചിത്രത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തൊട്ടടുത്ത് പറയുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രത്തെ കുറിച്ച്. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രമായിരുന്നു ആലം ആര. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ആലം ആര. ഒന്നുകൂടെ, ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ആലം ആര. 1931 ആലമാര പുറത്തിറങ്ങുന്നത്. ഒന്നുകൂടെ, ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ആലമാര. ഇത് പുറത്തിറങ്ങുന്നത് 1931. ഹിന്ദിയും ഉറുദുവും ഇടകലർത്തി സംസാരിക്കുന്ന ഈ ചിത്രം അർദേശിൻ ഇറാനി ആരാണ്? അർദേശിൻ ഇറാനിയാണ് സംവിധാനം ചെയ്തത്. ഓക്കെ അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ആലം ആര 1931 പുറത്തിറങ്ങുന്നത്. ഹിന്ദിയും ഉറുദുവും ഇടകലർത്തിയാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. സംവിധാനം ചെയ്തിരിക്കുന്നത് അർദേശിൻ ഇറാനിയാണ്. മുംബൈയിലെ മജസ്റ്റിക് തിയേറ്റർ, കണ്ടോ, മജസ്റ്റിക് തിയേറ്റർ 1931 മാർച്ച് 14 ഈ ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം, സത്യത്തിൽ ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം വരുന്നത് 31. എന്നാൽ ക്ഷമിക്കുക, മലയാളത്തിലെ ആദ്യ ചിത്രം 1928 വരുന്നു. 1928 വന്നു. ആ ചിത്രത്തിൽ ഒരു കുഞ്ഞ് പരാമർശം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ആ ചിത്രത്തിൽ ഒരു കുഞ്ഞ് പിഴക് ഒരുപക്ഷെ അതിന്റെ തിരക്കഥ ചെയ്യുന്ന സമയത്ത് വന്നുപോയൊരു പിശകായിരിക്കും. കാരണം ആ സിനിമയുടെ ഒരു ഭാഗത്ത് നമ്മുടെ പൃഥ്വിരാജിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, അതായത് ഇന്ത്യയിൽ ബോംബെയിലൊക്കെ ഈ പറയുന്ന ചലിക്കുന്ന ചിത്രങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്ന. 28 ആ സിനിമ വിഗതകുമാരൻ വരുന്നത്. പക്ഷെ ആ വിഗതകുമാരൻ കഥയെക്കുറിച്ച് പിന്നെ സിനിമയാക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ വിഗതകുമാരനല്ല കേട്ടോ ഞാൻ പറയുന്നത്, വിഗതകുമാരന്റെ കഥയല്ല ഞാൻ പറയുന്നത്,
മറിച്ച് സെല്ലുലോയിഡ് ചിത്രത്തിന്റെ കഥയാണ്. അപ്പൊ അത് പറഞ്ഞതൊന്ന് ക്ലിയർ ആക്കിക്കൊള്ളുന്നു. അതിനകത്ത് അങ്ങനെ ഒരു പ്രയോഗം വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. സത്യത്തിൽ 31 അവിടെ ആദ്യത്തെ ഒരു ശബ്ദചിത്രം പുറത്തിറങ്ങുന്നത്. അങ്ങനെയാണ് പിന്നെ 38 മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനൊക്കെ വരുന്നത്. ഓക്കെ അല്ലെ? ഇപ്പൊ ഓർത്ത് വെക്കാം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം ആലമാരയാണ് എങ്കിൽ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമാണ് ബാലൻ എന്നത് ഓർത്തു വെക്കുക. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ഏതാണ്? ബാലൻ. ബാലൻ 1938 പുറത്തിറങ്ങുന്നത് ജനുവരി 19. മക്കളെ, ഇതേ ചോദ്യം ഈ അടുത്ത PSC 3 തവണ ചോദിച്ചിരുന്നു. ഒന്ന്, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ഏത്? 2, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം പുറത്തിറങ്ങിയ വർഷം. 3, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രത്തിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് അത് ആലപ്പി വിൻസെന്റ് ആണ്. ആരാണ്? ആലപ്പി വിൻസെന്റ്. ആലപ്പി വിൻസെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ആലപ്പി വിൻസെന്റ് ആണ് ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത്. ബാലനിലെ ഒരു രംഗമൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും. ഓർക്കുക, 1938 ജനുവരി 19 കൊച്ചിയിലെ സെലക്ട് തിയേറ്ററിൽ ഈ ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചു. ഇതിന്റെ സംവിധായകൻ എസ് നെട്ടാണിയാണ്. ഓക്കെ അല്ലെ? അതിന്റെ സംവിധായകൻ ആരാണ്? എസ് നെട്ടാണി. അദ്ദേഹം തന്നെയാണ് മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രമാണ് ജ്ഞാനാംബിക. ഓക്കെ അല്ലെ? ഇതാണ് മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം. 1940 ഈ ചിത്രം വരുന്നത്. 1940 മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം വരുന്നത്. അത് സംവിധാനം ചെയ്തിട്ടുള്ളതും എസ് നൊട്ടാണിയാണ്. ഒന്നുകൂടെ, ആദ്യത്തെ ശബ്ദചിത്രത്തിൽ ശബ്ദം കൊടുത്തിരിക്കുന്നത് ആലപ്പി വിൻസെന്റ് ആണ്. ഇനി മലയാള ചലച്ചിത്ര ലോകത്തേക്ക് വരാം. മലയാളത്തിലെ ആദ്യ ചിത്രം അത് സംവിധാനം ചെയ്തിരിക്കുന്ന JC ഡാനിയലാണ്. മലയാളത്തിലെ ആദ്യ ചിത്രമാണ് വിഗതകുമാരൻ. ഒന്നുകൂടെ, മലയാളത്തിലെ ആദ്യ ചിത്രം ഏതാണ്? വിഗതകുമാരൻ. വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത് 1928 വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത് 1928 ആദ്യത്തെ നിശബ്ദ ചിത്രമായിരുന്നു ഇത്. ആദ്യത്തെ നിശബ്ദ ചിത്രം. എങ്കിൽ മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ. മക്കളെ, ഈ ആദ്യത്തെ 2 അല്ലെങ്കിൽ ആദ്യത്തെ 3 ചിത്രങ്ങളും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസം എന്നാ പറയുക. 1928 + 5 1933 മാർത്താണ്ഡവർമ്മ വരുന്നത്. 1933 മാർത്താണ്ഡവർമ്മ. ഓക്കെ അല്ലെ? എന്നാൽ ആദ്യത്തെ ശബ്ദചിത്രം വരുന്നത് ബാലനാണ് 38. 28, 33, 38 കണക്ട് ചെയ്തൂടെ? പഠിച്ചൂടെ? അപ്പൊ 1928 ആദ്യത്തെ ചലച്ചിത്രമായ വിഗതകുമാരൻ വരുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് JC ഡാനിയലാണ്. അദ്ദേഹത്തെ മലയാള സിനിമയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. 1900 മുതൽ 75 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കേരള സർക്കാർ JC ഡാനിയൽ പുരസ്കാരം നൽകുന്നു. മലയാള ചലച്ചിത്ര മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് JC ഡാനിയൽ ബഹുമതി. ഈ JC ഡാനിയൽ അവാർഡ് നൽകുന്നത് കേരള സർക്കാരാണ്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? JC ഡാനിയലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നൽകി വരുന്നത്. ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം കൂടെ, ഈ പറയുന്ന വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് അത് ക്യാപിറ്റോൾ സിനിമാസിലാണ്. ഈ വിഗതകുമാരൻ ചിത്രത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വന്ന സിനിമയാണ് സെല്ലുലോയിഡ്. ഏതാണ്? സെല്ലുലോയിഡ് സംവിധാനം ചെയ്തത് കമലാണ്. ഓക്കെ അല്ലെ? കമൽ സെറ്റാണ്. ഇനി മുൻപോട്ട് പോകുന്നു. ഇവിടെ ഒരാളെ കൂടെ നമ്മൾ അറിയണം. അത് PK റോസി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1928 1940കൾക്ക് ശേഷമാണ് മലയാളം നാടകവേദിയിലേക്ക് തന്നെ സ്ത്രീകൾ കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് 28 ഒരു സ്ത്രീ ഇതിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നോക്കിയേ, 1928 പുറത്തിറങ്ങിയ ഈ പറയുന്ന വിഗതകുമാരനിലെ നായിക, ആദ്യത്തെ മലയാള നായിക, അതാണ് PK റോസി. ക്ലിയർ അല്ലേ? പുള്ളിക്കാരി കാക്കാരശ്ശി നാടക കലാകാരിയായിരുന്നു. അവർ പ്രവർത്തിച്ചിരുന്ന നാടകവേദിയാണ് ചേരമർ കലാവേദി. കാക്കാരശ്ശി നാടകം നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനത്തിലുള്ള കലാരൂപങ്ങൾ ഒന്നാണ്. ഒരു നാടോടി കലാരൂപമാണ് ഈ പറയുന്ന കാക്കാരശ്ശി നാടകം. ആ കാക്കാരശ്ശി നാടകത്തിലെ കലാകാരിയായിരുന്നു ഈ പറയുന്ന PK റോസി. പുള്ളിക്കാരിയാണ് ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ നായിക എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? വിട്ടുപോകില്ലല്ലോ. അപ്പൊ ഇതും പഠിച്ചു വെക്കുക. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഒരു കലാരൂപത്തെ കുറിച്ചുകൂടെ ആ പുസ്തകത്തിൽ അതിനോടൊപ്പം പരാമർശിക്കുന്നുണ്ട്. അത് കുമ്മാട്ടിയാണ്. മുണ്ടൂര് കുമ്മാട്ടി അല്ല കേട്ടോ. ഓക്കെ, ശരി. പാലക്കാട്, തൃശ്ശൂര്, വയനാട്,
വയനാട് എന്നീ ജില്ലകളിലാണ് എന്ത് പ്രചാരത്തിലുള്ളത്? കുമ്മാട്ടി പ്രചാരത്തിലുള്ളത്. ദേവപ്രീതിക്കായും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടും ഓണത്തപ്പനെ വരവേൽക്കാനും ഒക്കെ തന്നെ കുമ്മാട്ടി കലാരൂപം നടത്താറുണ്ട്. പുല്ലിൽ നെയ്ത വസ്ത്രങ്ങൾ നോക്കിയേ, പുല്ലിൽ നെയ്ത വസ്ത്രം ധരിച്ചാണ് കുമ്മാട്ടി കലാകാരന്മാർ ചുവട് വെക്കുന്നത്. ഒന്നുകൂടെ, പുല്ലിൽ നെയ്ത വസ്ത്രം ധരിച്ചാണ്, പുല്ല് കൊണ്ട് നെയ്ത, പ്രത്യേകിച്ച് കുമ്മാട്ടി പുല്ലൊക്കെ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ചെണ്ടയാണ് പ്രധാന വാദ്യോപകരണം. പ്രധാന വാദ്യോപകരണം ഏതാ? ചെണ്ട. പ്രധാന വാദ്യോപകരണം ചെണ്ട. ദാ ഇവിടെ നോക്കിയേ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ കുമ്മാട്ടിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നതാണ്. കുമ്മാട്ടി പുല്ലോ വാഴയിലോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖം മൂടികൾ വെച്ചാണ് കുമ്മാട്ടി അവതരിപ്പിക്കുന്നത്. കമുകിൻ പാളയോ മുരിക്കിൻ തടിയിലോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വേഷം അവർ ചെയ്യുന്നത്. അതായത് ആ മുഖം മൂടികൾ അവർ ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിലാണ്. എങ്ങനെയാണ്? മുരിക്കിൻ തടിയിലോ അതുപോലെ തന്നെ കമുകിൻ പാളയിലോ ആണ്. സെറ്റല്ലേ? ഓർത്തു വെക്കാൻ പറ്റില്ലേ? ഇനി അതേ ഭാഗത്ത് തന്നെ കുമ്മാട്ടി കളിയെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. കുമ്മാട്ടിക്കളി വിനോദത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും കാർഷികോത്സവത്തിന്റെയും ഭാഗമായി തൃശ്ശൂര്, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് കുമ്മാട്ടിക്കളി അവതരിപ്പിക്കുന്നത്. 8ഓ 10ഓ കലാകാരന്മാർ അതിലുണ്ടാകും. 5ഓ 6ഓ മറ്റ് വേഷക്കാരും ചെണ്ടമേളവും ആർപ്പും കുരവയുമായി ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ആഘോഷ തിമിർപ്പിലാണ് കുമ്മാട്ടികൾ ഇറങ്ങുന്നത്. പാള കൊണ്ടുണ്ടാക്കിയ മുഖംമൂടിയടിഞ്ഞും കുമ്മാട്ടിപ്പുല്ലും വാഴയിലയും ശരീരത്തിൽ വെച്ച് കെട്ടിയാണ് കുമ്മാട്ടി കോലങ്ങൾ എത്തുന്നത്. ഇത് രണ്ടും ഈ പറയുന്ന 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ്. കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടും കുമ്മാട്ടിയാണ് കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്, കുമ്മാട്ടിയാണ്. അപ്പൊ കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാം. കുമ്മാട്ടികളി ഏതൊക്കെ ജില്ലയിൽ പ്രചാരത്തിലുണ്ട്? തൃശ്ശൂര്, പാലക്കാട്, വയനാട്. എങ്കിലും പ്രധാനം ഏത് ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തന്നെയാണ് കേട്ടോ. പാലക്കാട് തന്നെയാണ് കുമ്മാട്ടിക്ക് പ്രസിദ്ധമായുള്ളത്. അപ്പോ ഈ ഭാഗവും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തുള്ളത് കോൽകളിയാണ്. ശ്രദ്ധിച്ചേ, കോൽകളി. കോലുകൾ കൊട്ടിക്കൊണ്ടുള്ള കളിയാണ് കോൽകളി. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കോൽകളി പ്രചാരത്തിലുണ്ട്. കളിക്കാരുടെ താളാത്മകമായ ചുവടുവെപ്പാണ് കോൽകളിയുടെ പ്രധാന സവിശേഷത. വന്ദനക്കളി, വട്ടക്കോൽ, ഇരുന്നുകളി, തടുത്തുകളി എന്നിവ കോൽകളിയിലെ വ്യത്യസ്ത അവതരണ രീതികളാണ്. ഇപ്പൊ കോൽകളിയൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കലോത്സവ വേദികളിലാണ്. അപ്പൊ കോൽകളിയെ കുറിച്ചും ഈ പറയുന്ന 5ാം ക്ലാസ് പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു വന്നത് സിനിമയെക്കുറിച്ച്, അതുപോലെ തന്നെ കുമ്മാട്ടി എന്ന കലാരൂപത്തെക്കുറിച്ച്, കോൽകളി എന്ന കലാരൂപത്തെക്കുറിച്ച്. അപ്പൊ ഇവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട്, ടെക്സ്റ്റ് ബുക്ക് സീരീസുമായി ബന്ധപ്പെട്ട 3ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ നന്നായി കാണുക. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നോക്കി, ഈ ഒരു ഭാഗമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് PSC ഉറപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഓക്കെ അല്ലെ? അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്